റീവാലുവേഷൻ കൊടുക്കുന്ന സമയത്തുള്ള കുട്ടികളെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളടച്ച പൈസ വെറുതെ ആവുമോ, അല്ലാതെ വെറുതെ വാല്യൂ ചെയ്യാതെ വീണ്ടും അതേ മാർക്ക് തന്നെ തരുവാണോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് കുട്ടികൾക്കുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി റീവാല്യൂ ചെയ്യുന്ന സമയത്ത് മാർക്ക് എങ്ങാനും കുറഞ്ഞു പോവോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ റീവാലുവേഷൻ എന്നുള്ള ഒരു പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകണം. മകൾ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ മാർക്ക് കൂടുകയോ കുറയോ എന്നുള്ള വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ലാസ്റ്റ് വരെ വീഡിയോ കാണാം. അഥവാ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ റീവാലുവേഷൻ എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ റീവാലുവേഷന് ഒരു പേപ്പറിന് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പരീക്ഷാ ഭവനിൽ നിന്നും ആ പേപ്പർ അവർ കളക്ട് ചെയ്യും, എടുക്കും, പേപ്പർ എടുക്കും. നിങ്ങളെ പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങളെ പേപ്പറിലെ ഫ്രണ്ട് ഷീറ്റ് അവർ കട്ട് ചെയ്ത് കളയും. അതായത് മാർക്ക് എഴുതിയ ശേഷം ഓൾറെഡി ഒരു ടീച്ചർ വാല്യൂ ചെയ്ത പേപ്പറാണ്, അവരെന്ത് ചെയ്യും ആ മാർക്ക് കംപ്ലീറ്റ് ആ പേപ്പർ ഫ്രണ്ട് ഷീറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് പെൻസിൽ കൊണ്ടായിരിക്കും വാല്യൂ ചെയ്തിരിക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്യും ആദ്യം ഈ പെൻസിൽ കൊണ്ട് വാല്യൂ ചെയ്ത കംപ്ലീറ്റ് മാർക്ക് അവർ ഇറേസ് ചെയ്യും. ഇറേസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ പേപ്പർ ഒരു ടീച്ചർക്ക് വാല്യൂ ചെയ്യാൻ കൊടുക്കുന്നത്. ഒരു ടീച്ചർക്കല്ല, നിങ്ങളെ പേപ്പർ 2 ടീച്ചർ വാല്യൂ ചെയ്യും. ആദ്യം ഒരു ടീച്ചർക്ക് വാല്യൂ ചെയ്യാൻ കൊടുത്തിട്ട് അവർക്ക് അതിൻ്റെ കൂടെ ഈ പേപ്പർ നിങ്ങളെ പേപ്പറിൻ്റെ കൂടെ ഒരു റെഡ് കളറിലുള്ള ഒരു മാർക്ക് ഷീറ്റ് കൊടുക്കും. മാർക്ക് എഴുതേണ്ട ഒരു പേപ്പർ കൊടുക്കും, ഒരു റെഡ് കളർ പേപ്പർ കൊടുക്കും. അതിൽ 1, 2, 3, 4 ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള നമ്പർ ഉണ്ടാവും. അവർ ഈ പേപ്പർ വാല്യൂ ചെയ്ത് ഫസ്റ്റ് ടീച്ചർ പേപ്പർ വാല്യൂ ചെയ്ത് മാർക്ക് എഴുതുക ഈ റെഡ് കളറിലുള്ള പേപ്പറിൽ മാർക്ക് എഴുതുക. അല്ലാതെ നിങ്ങളെ ആൻസർ ഷീറ്റിലല്ല അവർ മാർക്ക് എഴുതുക. എന്നിട്ട് റെഡ് കളറിലെ പേപ്പറിൽ മാർക്ക് എഴുതിയതിന് ശേഷം അവരെന്ത് ചെയ്യും ഈ പേപ്പർ അതുപോലെ തന്നെ അതിലൊന്നും ഉണ്ടാവും, അതിലൊരു വാല്യുവേഷനോ കാര്യങ്ങളോ ടിക്കോ ഒന്നും ഉണ്ടാവില്ല. ആ പേപ്പർ രണ്ടാമത്തെ ടീച്ചർ കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ടീച്ചർക്ക് എന്ത് ചെയ്യുക, ഇയാൾക്ക് റെഡ് കളറാണ്, ഫസ്റ്റ് ടീച്ചറിന് റെഡ് കളറാണ് കൊടുത്തതെങ്കിൽ സെക്കൻഡ് ടീച്ചർ എന്തായിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ പേപ്പർ അല്ലെങ്കിൽ റോസ് കളറിലെ പേപ്പർ വേറൊരു പേപ്പറാണ് കൊടുക്കുക. അതിലുണ്ട് നമ്പർ ഉണ്ടാവും, 1, 2, 3, 4 നമ്പർ ഉണ്ടാവും. അയാളും ആ ടീച്ചറും അത് വാല്യൂ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് അവർ എഴുതും. ക്ലിയർ അല്ലേ? എന്നിട്ട് അതിന് ശേഷം ഈ 2 പേരും ചെയ്ത മാർക്കിലുള്ള ഡിഫറൻസ് നോക്കും. 10% മുകളിലാണ് ഡിഫറൻസ് എങ്കിൽ അത് മൂന്നാമതൊരു ടീച്ചർ വാല്യൂ ചെയ്യും. വേറൊരു കളറുള്ള ആൻസർ ഷീറ്റ് വെച്ചിട്ടായിരിക്കും എന്ത് അവർ വാല്യൂ ചെയ്യാം. അവർ വേറൊരു കളർ, ഇപ്പോൾ റെഡ് കളറും ഗ്രീൻ കളറും കഴിഞ്ഞാൽ റോസ് കളറുള്ള പേപ്പറിൽ വെച്ച് ഒരു ആൻസർ ഷീറ്റിലേക്ക് അവർക്ക് നിങ്ങളെ മാർക്ക് എൻ്റർ ചെയ്യാം. അങ്ങനെ 3 വാല്യൂഷൻ കഴിഞ്ഞു. അത് 10% ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്. എന്നിട്ട് ഈ 3 ഷീറ്റും കൂടി 3 മാർക്ക് ലിസ്റ്റും കൂടി കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യും. കമ്പ്യൂട്ടർ അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ആ ആവറേജ് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ വാല്യൂ നിങ്ങൾ മക്കൾക്ക് മിക്കവാറും ഒരു തോട്ടുള്ളത് റീവാലുവേഷൻ കൊടുത്താൽ വെറുതെ കൊടുക്കുകയാണ്, പേപ്പർ ചുമ്മാ വാല്യൂ ചെയ്യൂല, അങ്ങനെ തെറ്റിദ്ധാരണ സമൂഹത്തിൽ പൊതുവേ ഉണ്ട്. അത് തെറ്റാണ്. റീവാലുവേഷൻ അത്രയും സ്ട്രോങ് ആണ്. 2 ടീച്ചറാണ്, 2 ടീച്ചർ ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ടീച്ചറിലേക്ക് വന്നു അങ്ങനെ ആവറേജ് കണക്കാക്കി. അതായത് റീവാലുവേഷന് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് വാല്യുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീവാലുവേഷന് കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അത് മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 0.5% മാർക്കിന് പോലും നമുക്ക് വലിയ വാല്യൂ ഉണ്ട് അഡ്മിഷനിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, അപ്പം ചാനലിൽ എല്ലാം +1 അലോട്ട്മെൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ തരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ.